ഈ വർഷത്തെ റമദാനിലെ ആദ്യ ദിവസങ്ങളിൽ ആഗ്രയിലായിരുന്നു ഞാൻ. അപ്പോൾ ആഗ്ര ജുമാ മസ്ജിദിലെ ഇഫ്താറിൽ പങ്കെടുക്കാൻ ഒരാഗ്രഹം. പതിനേഴാം നൂറ്റാണ്ടിൽ ഷാജഹാൻ ചക്രവർത്തിയുടെ മൂത്ത മകൾ ജഹനാര നിർമ്മിച്ച പള്ളിയാണ് ആഗ്ര ജുമാ മസ്ജിദ്. 1643 നിർമ്മാണം തുടങ്ങി 1648 ആണ് പൂർത്തിയായത്. $5 ലക്ഷമാണത്രേ അതിന് അന്നത്തെ ചെലവ്. ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ടാണ് നിർമ്മാണം. ഇടയ്ക്കിടെ വെളുത്ത മാർബിളും ഉണ്ട്. വിശാലമായ നടുമുറ്റവും വുളു എടുക്കാനുള്ള കുളവും. റമദാൻ മാസം ഇവിടെ എത്തുന്നവർക്കെല്ലാം നോമ്പുതുറ സൗജന്യമാണ്. പള്ളി കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് സാഹിദ് ഖുറൈഷിയാണ് ഇതിൻ്റെ ചെലവ് വഹിക്കുന്നതെന്ന് കമ്മിറ്റി സെക്രട്ടറി ഫസൽ പറഞ്ഞു. आगरा शाही जमा मस्जिद है, यहाँ पहला रोज़ा इफ्तार किया जा रहा है और ये आप देख रहे हैं जितने रोज़दार बैठे हुए हैं यहाँ पे रोज़े के लिए किसी तरीके का कोई चंदा नहीं होता है, कोई डोनेशन किसी से नहीं लिया जाता है. जो जामा मस्जिद के अध्यक्ष हैं मोहम्मद जाहिद कुरैशी, ये सब उनकी तरफ से किया जाता है. किसी तरीके का इसमें कोई चंदा कोई डोनेशन नहीं होता. വളരെ സന്തോഷകരമായ കൂട്ടായ്മയാണിത്. കുട്ടികളൊക്കെ വളരെ സജീവമാണ്. അവിടെ വെച്ച് പരിചയപ്പെട്ട കൊച്ചു കൂട്ടുകാരൻ അവന്റെ നോമ്പ് വിശേഷങ്ങൾ വിവരിക്കുകയാണ്. मेरा भैया रह गया 5वें रमजान पे. तू रोजे नहीं लगेगा? കേരളത്തിൽ നിന്നുള്ള ആളെന്ന നിലയിൽ വലിയ സ്വീകരണമാണ് എനിക്ക് കിട്ടിയത്. സാഹോദര്യവും ഭക്തിയും കൂടിക്കലർന്ന അന്തരീക്ഷം. ഇഫ്താറിൽ ഏത് മതക്കാർക്കും ഏത് നാട്ടുകാർക്കും സ്വാഗതം. ഓർമ്മകൾ 17-ാം നൂറ്റാണ്ടിലേക്ക് നടന്നു ചെല്ലുന്നു. മുഗൾ ചക്രവർത്തി ഷാജഹാനും മുംതാസ് മഹലും ജഹാനാരയുമൊക്കെ ഇവിടെയൊക്കെ ഉള്ളതുപോലെ. ഭക്തിസാന്ദ്രമായ ബാങ്കുവിളി. ആകാശത്ത് സ്നേഹത്തിൻ്റെ അമ്പിളി വിരിഞ്ഞിരിക്കുന്നു. എല്ലാ മനുഷ്യഹൃദയത്തിലും ഇതുപോലെ സ്നേഹത്തിൻ്റെ അമ്പിളി വിടരട്ടെ എന്ന് ഞാൻ ആ നല്ല സന്ധ്യയിൽ ആശംസിച്ചു.